ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. റിവർ പ്ലേറ്റിൽ കളിച്ചിരുന്ന സമയത്ത് വലിയ ഹൈപ്പ് ലഭിച്ച രണ്ട് അർജന്റീൻ യുവ സൂപ്പർ താരങ്ങളാണ് ക്ലൗഡിയോ എച്ചവേരിയും അതുപോലെ തന്നെ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനോയും. ഈ രണ്ട് താരങ്ങളെയും പിന്നീട് യൂറോപ്യൻ വമ്പന്മാർ സ്വന്തമാക്കി. എച്ചവേരി മാഞ്ചസ്റ്റർ സിറ്റിയിൽ എത്തി, ഫ്രാങ്കോ മസ്റ്റാൻഡുവോനോ റയലിൽ എത്തി. എന്നാൽ എച്ചവേരിക്ക് സിറ്റിയിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, തിളങ്ങാൻ സാധിച്ചതുമില്ല. ഇതോടുകൂടി അദ്ദേഹം ജിറോണയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോയി. അവിടെയും വലിയ മികവൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. ഇപ്പോൾ ലോൺ കാലാവധി പൂർത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഫ്രാങ്കോ മസ്റ്റാൻഡുവാനോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനും റയലിനകത്ത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല, തിളങ്ങാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ റയൽ പറഞ്ഞയക്കുകയും ചെയ്തു. ഫിയോറന്റീനയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും റിവർ പ്ലേറ്റിൽ ഈ രണ്ട് താരങ്ങളും കളിക്കുന്ന സമയത്ത് അവരുടെ പരിശീലകൻ, അത് പ്രമുഖ അർജന്റീൻ പരിശീലകനായ മാർട്ടിൻ ഡെമിഷെലിസ് ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ RB ലീപ്സിഗിന്റെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ രണ്ട് താരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അതായത് രണ്ടു പേർക്കും യൂറോപ്പിൽ ക്ലിക്കാവാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇനി അർജന്റീനയിലേക്ക് തന്നെ തിരികെ പോകുമോ, അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടോ എന്നായിരുന്നു ചോദ്യം. അതിന് വ്യക്തമായ ഒരു മറുപടി മാർട്ടിൻ ഡെമിഷെലിസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ റിവർ പ്ലേറ്റിലായിരുന്ന സമയത്ത് എച്ചവേരി റിസർവ് ടീമിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എനിക്ക് അദ്ദേഹത്തോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഫ്രാങ്കോ മസ്റ്റാൻഡുവാനോയുടെ കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. നവംബർ മുതലാണ് എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാൻ പറ്റിയത്. ഈ രണ്ട് താരങ്ങൾക്കും വർക്ക് ലോഡ് ക്രമീകരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നത്. ഫ്രാങ്കോ പതിയെ ഫിസിക്കലി ഇംപ്രൂവ് ആവുകയും പിന്നീട് നല്ല രൂപത്തിൽ കളിക്കുകയും ചെയ്തു. രണ്ടുപേരും അർജന്റീനയിലേക്ക് മടങ്ങാതെ യൂറോപ്പിൽ തന്നെ തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം യൂറോപ്പിൽ തിളങ്ങാൻ അവർക്ക് സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയങ്ങളും ഇല്ല. യൂറോപ്പിൽ മികച്ച പ്രകടനം നടത്തിയ പലർക്കും തുടക്കത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത്. രണ്ടുപേരും ഒരു അഡാപ്റ്റേഷൻ പീരിയഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് റിവർ പ്ലേറ്റിൻ്റെ പരിശീലകനായിരുന്ന, ഇപ്പോൾ RB ലീപ്സിഗിൻ്റെ പരിശീലകനായ മാർട്ടിൻ ഡെമിഷെലിസ് പറഞ്ഞിട്ടുള്ളത്. അതായത് രണ്ടു പേർക്കും തുടക്കത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇത്. യൂറോപ്പിൽ ഇരുവരും ക്ലിക്കാകും എന്ന കാര്യത്തിൽ സംശയങ്ങളില്ല എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും എച്ചവേരിയൊക്കെ അർജന്റീനയുടെ യൂത്ത് ടീമിന് വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തിയ താരമാണ്. പക്ഷേ യൂറോപ്പിൽ ഇപ്പോൾ ക്ലിക്കാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇനി മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തെ മറ്റേതെങ്കിലും ക്ലബിന് കൈമാറുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. വലിയ ഒരു ഭാവി കൽപ്പിക്കപ്പെടുന്ന താരമാണ് എച്ചവേരി. അദ്ദേഹം തൻ്റെ മികവ് വീണ്ടെടുക്കേണ്ടത് അർജന്റീനയുടെ ആവശ്യം കൂടിയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.